ജോജു ജോർജ് ആദ്യമായിട്ട് രചനയും സംവിധാനവും നിർവഹിച്ച തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ചിത്രം പണി എന്ന് പറയുന്ന സിനിമ ഒക്ടോബർ മാസം തിയേറ്ററിലോട്ട് എത്തിയ ചിത്രത്തിന് മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് മികച്ച അഭിപ്രായങ്ങളും സ്വന്തമാക്കിയ ചിത്രം ഇപ്പോൾ വൻ വിജയത്തിന് ശേഷം OTT പ്ലാറ്റ്ഫോമിലോട്ട് റിലീസിന് തയ്യാറെടുക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് പണി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ്സ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജോജു ജോർജ് അഭിനയ, സാഗർ സൂര്യ, ജുനൈസ്, അഭയ ഹിരൺമയി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജോജു ജോർജ് രചനയും സംവിധാനം നിർവഹിച്ച ചിത്രമാണ് പണി എന്ന് പറയുന്ന സിനിമ. ഒക്ടോബർ മാസം 24 തീയതി തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം ഇതിനോട് വരെ 50 ദിവസത്തിലോട്ട് അടുത്തിട്ടുണ്ട്. മികച്ച വിജയം തന്നെ ചിത്രം സ്വന്തമാക്കി ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ചിത്രം കളിക്കുന്ന തിയേറ്ററിലൊക്കെ അത്യാവശ്യം ആൾ കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രം വലിയൊരു വിജയമായി എന്ന് വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം. ഏകദേശം 35 കോടിക്ക് മുകളിൽ ചിത്രം ഇതിനോട് തന്നെ വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് കളക്ഷൻ വഴി തന്നെ. ഇപ്പോഴത്തെ ചിത്രത്തിന് OTT റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. റെക്കോർഡ് നോക്കിയാണ് ഹോട്ട്സ്റ്റാർ പണി എന്ന് പറയുന്ന സിനിമയുടെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം പകുതിയോടുകൂടി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് നടത്തുന്ന അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡേറ്റ് കൺഫേം ആയിട്ടില്ലെങ്കിലും ഡിസംബർ മാസമായിരിക്കും ചിത്രത്തിന്റെ OTT റിലീസ് എന്ന് കൺഫേം ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക. ഡിസംബർ മാസം ആദ്യത്തോടു കൂടി അല്ലെങ്കിൽ പകുതിക്ക് ശേഷമായിട്ട് പണി എന്ന് പറയുന്ന സിനിമ ഹോട്ട്സ്റ്റാറിൽ കാണാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ജോജു ജോർജിന്റെ പണി എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.